എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ചില സമയങ്ങളിൽ ചില പരാജയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പം അങ്ങനെ ഒരു സംഭവം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം പറയാം. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് എന്ത് തുടങ്ങിയാലും അത് പരാജയപ്പെട്ടു പോകും. അത് സ്വാഭാവികം മാത്രം ഇല്ലേ, നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന. എന്നാലും ഈ പുള്ളി തൊടുന്നത് എല്ലാം പരാജയമാണ്. ഒരു 3-4 ബിസിനസ്സുകൾ തുടങ്ങി, അതെല്ലാം പരാജയപ്പെട്ടു പോയി. അവസാനം ഇത് എന്താണെന്ന് അറിയാൻ മേലാണ്ട് ഇവരിങ്ങനെ ഈ തൊടുന്നതെല്ലാം ഇങ്ങനെ പരാജയമാണല്ലോ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഒരിക്കൽ ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഇടവന്നു. അപ്പോൾ പുള്ളിയും ഭാര്യയും കൂടെ എന്നോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയാണ് പുള്ളിക്കാരി, എന്നോട് പറഞ്ഞു എന്തു തൊട്ടാലും എടി പരാജയമാണ്, മടുത്തു, കടം കാരണം ഒരു രക്ഷയില്ല, വീടൊക്കെ പോയി, ഇനിയിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാനൊക്കെ, മക്കളും വലുതായി വരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി തന്നെ പറയുകയാണ്, കുറേ കൂട്ടുകാരുണ്ട്, ഒരു പ്രയോജനവും ഇല്ലയെന്ന്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു, ഈത്തിൽക്കണ്ണികളായിട്ട് കൂടെ നിൽക്കുന്ന വല്ലവരും ആണോ എന്നിങ്ങനെ. സാബു എന്നാണ് പുള്ളിയുടെ പേര്, പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പേരൊന്നും പറയുന്നതിന് കുഴപ്പമില്ല. സാബു ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളി എന്നോട് പറഞ്ഞു എന്നും പറഞ്ഞൊരു പുഞ്ചിരി ചിരിച്ചു. എന്നാലും പുള്ളിക്ക് കൂട്ടുകാരെയൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഒരു പ്രയോജനവും ഇല്ലാടി, കൂടെ നിൽക്കുന്നേ ഉള്ളൂ, ചുമ്മാ പറയുന്ന കോന്നൊക്കെ ചുമ്മാ പറയുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിലും ഞാൻ ചുമ്മാ പറഞ്ഞു പുള്ളിയോട്, ഈ കൂട്ടുകാരെയൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കിക്കേ, നമ്മുടെ ചിലപ്പോൾ ബിസിനസ്സൊക്കെ നമ്മൾ എന്ത് തുടങ്ങിയാലും ചിലപ്പോൾ ഒന്ന് വിജയിച്ചു പോകും എന്ന് പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കൊരു ഫോൺ കോൾ വന്ന് പുള്ളി അങ്ങ് മാറിപ്പോവുകയും ചെയ്തു, ഫോണും വിളിച്ച്. അപ്പം എന്നോട് എൻ്റെ കൂട്ടുകാരി പറയുകയാണ്, എടി ഒരു പ്രയോജനമില്ല, കുറേ പേരിങ്ങനെ കൂട്ടാമെന്നും പറഞ്ഞ് രാവിലെ പുള്ളിയുടെ കൂടെ കൂടും, പുള്ളീനെ കൊണ്ട് കടയിലും ഇരുത്തിക്കില്ല, ഇങ്ങനെ കറങ്ങി നടക്കും, കയ്യിലിരിക്കുന്ന കാശ് കടയിൽ കിട്ടുന്ന പൈസയും കൂടി പുള്ളി ചിലവാക്കിക്കൊണ്ട് നടക്കും, അവന്മാർ ചിലവ് നടത്തിക്കൊണ്ട് നടക്കും, ഇങ്ങനെ പുള്ളീനെയും കൊണ്ട് ജീവിക്കുന്ന കുറച്ച് പേരാ അവിടെ ഉള്ള എന്ന് പറഞ്ഞു. കുറേ ഈ രക്തം കുടിക്കുന്ന അട്ടകളില്ലേ, രക്തമെല്ലാം കുടിച്ചു കഴിയുമ്പോൾ തന്നെ വിട്ടിച്ചാടി പോകുന്നു പറയില്ലേ, ഈ തോട്ടത്തിലൊക്കെ കാണുന്ന അട്ടകൾ, ഈ തേയിലത്തോട്ടത്തിലൊക്കെ കാണും. അപ്പം അങ്ങനത്തെ അട്ടകളായിട്ട് പുള്ളീനെയും കൊണ്ട് ജീവിക്കണവരാ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു, നീ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ചിലപ്പോൾ കേട്ടേക്കുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പുള്ളി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫോൺ വിളിച്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടാ, സാവു ചേട്ടാ, ഇത് എന്നാണെന്നറിയാവോ, നമ്മൾ ജയിക്കണം, ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ ഞാനും പഠിച്ചൊരു പാഠം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരെയും ചുവന്നുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കില്ല. നമുക്ക് ലക്ഷ്യം വെച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയാലേ നമ്മൾ ജയിക്കുകയുള്ളൂ. അല്ലാണ്ട് എല്ലാവരെയും നന്നാക്കി എല്ലാവർക്കും സ്നേഹം മാത്രം കൊടുത്ത് ആരെയും വെറുപ്പിക്കാതെ അവർ ചോദിക്കുന്നതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിടത്തും വിജയിക്കില്ല. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ പ്രായമായി വരുമല്ലേ, സാവുചേട്ടൻ എന്നെ ചെയ്യും എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അതല്ല, ലോൺ എടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ലോൺ എടുത്ത പൈസ എന്ത് ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ലോൺ എടുത്തതുണ്ടല്ലോ, ഇതിനകത്ത് കുറച്ച് പേര് അവരുടെ വീടിൻ്റെ കുറച്ച് പണി തീർക്കാൻ, മതിൽ കെട്ടാൻ, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് 50,000, 25,000, 10,000 എന്നൊക്കെ പറഞ്ഞ് പുള്ളിയോട് മേടിച്ചുകൊണ്ട് പോയിട്ട് ഒരൊറ്റ എണ്ണം പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. പുള്ളിക്ക് അത് ചോദിക്കാനൊരു മടി. അത് തന്നെയല്ല, ഇത് ഭാര്യയോടൊട്ട് പറയുകയില്ല പുള്ളി. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം 2 പേരുടെ കഥ മാത്രം പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, ചോദിക്കും നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ, ചോദിച്ചിട്ടുണ്ട്, അവൻ എന്നെ വിചാരിക്കും, അതൊരു ബന്ധം തകർന്നു പോകുകയെന്ന്. എന്നിട്ട് പുള്ളീനെയും കൊണ്ട് ഈ ലോകമായ മൂന്നാർ, തമിഴ്നാട്, തേനി, കമ്പം എന്ന് വേണ്ട സർവ്വ സ്ഥലങ്ങളിലും കൂടെ ഇങ്ങനെ കറങ്ങി ഇവന്മാർ കൂട്ടടിച്ച് ഇങ്ങനെ നടന്ന് അവരുടെ ജീവിതം സുഭിക്ഷമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുക, നമ്മൾ എടുത്ത് ഉപേക്ഷിക്കുക. നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ആദ്യം നോ പറയാനും, ആ ബന്ധത്തിൽ നിന്ന് പിണങ്ങൊന്നും വേണ്ട, നമ്മളങ്ങ് ഒഴിവായി പോരുക. നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്, എനിക്ക് വീട്ടിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് ഒഴിവായി പോരുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതം രക്ഷപ്പെടും. നമ്മളൊരു നിലയിലെത്തിക്കഴിഞ്ഞിട്ട് ആണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും സഹായിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് നമ്മളൊന്നും എത്താതെ മറ്റുള്ളവരെ സഹായിച്ച് ലോൺ എടുത്തുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടാനാണ് നമ്മുടെ ജീവിതത്തിൽ? പലർക്കും പറ്റുന്ന കുഴപ്പങ്ങൾ, ഇത് ഒത്തിരി പേർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. കള്ളു കുടിക്കാനും അല്ലെങ്കിൽ കൂട്ടും കൂടി കറങ്ങാനും ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കും. കുടുംബത്തെ നോക്കുകയില്ല, ഒന്നുമില്ലാതെ എത്രയോ ആണുങ്ങളാണെന്നറിയാവും ഇങ്ങനെ പെണ്ണുങ്ങൾ കരഞ്ഞു വിളിച്ച് നടക്കുന്ന എത്രയോ ഉണ്ട്. ഇതിപ്പോൾ കടബാധ്യത വന്ന് തലയിൽ കയറി മൂത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. പക്ഷേ എന്ത് പ്രയോജനം? അവൾക്ക് പറയണതിനൊരു പരിധിയുണ്ട്. അവൾ എന്നിട്ട് അവസാനം കടയിൽ പോയിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ പിള്ളേരുടെ കാര്യം നോക്കണം എന്ന് പറഞ്ഞ് പുള്ളി നിർബന്ധം പിടിച്ചു, നീ പിള്ളേരെ നോക്കിയാൽ മതി, നീ കടയിലൊന്നും വന്നിരിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇറങ്ങി പോകുന്നതും പുള്ളി കറങ്ങുന്നതും ഒന്നും വീട്ടിലറിയരുത്, അതേ ഉള്ളൂ. അതിന് കൂട്ടുകാർ പറഞ്ഞതെന്നു പറയാം, എല്ലാ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലടാ എന്നിങ്ങനെ പറയുമായിരുന്നു എന്ന്.
എന്നിട്ട് പറയാം എവിടെയെങ്കിലും പോവുകയൊക്കെ ആണെങ്കിൽ ഈ കൂട്ടുകാരുടെ കൂടെ പോവുകയാണെങ്കിൽ പുള്ളി നുണയും പറഞ്ഞു തുടങ്ങി. അതായത് ഇപ്പം ഒരു സ്ഥലത്തിന് പോവാം, തിരുവനന്തപുരത്തിന് പോവുകയാണെങ്കിൽ പുള്ളി പറയും ഞാനിവിടെ അടുത്തുണ്ടെന്ന് ഇപ്പോൾ വരാം എന്ന് പറയും. ഇപ്പോൾ അവൾ ലൊക്കേഷൻ പുള്ളിയുടെ ഇത് നോക്കി ഓരോ സ്ഥലത്ത് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പം ആ പരിപാടി പുള്ളി നിർത്തി എന്ന് പറഞ്ഞാൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടേ പോവുള്ളൂ. എപ്പോൾ വിളിച്ചാലും സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഇവളെപ്പോഴും പറയും എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളെ വിളിക്കണമെങ്കിൽ ഞാൻ ആരെ വിളിക്കണം, എന്തിനു വിളിക്കണം, ആരെങ്കിലും കൂട്ടുകാരെയാണ് വിളിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറേ വഴക്കുകളും പിണക്കങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ നമുക്കായിട്ട് ജീവിച്ചില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ജീവിതം കട്ടപ്പൊക്കെ കുറച്ച് കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കും പിന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന്. ഒരു പിന്നെ ഉണ്ടാക്കലും ഉണ്ടാവില്ല. ഒത്തിരി ആണുങ്ങൾക്ക് പറ്റുന്ന കുഴപ്പമാണ് പെണ്ണുങ്ങൾ പറയണ കേൾക്കില്ല. ഒന്നാമത്തെ കാര്യം അവരോട് നമ്മളൊരു പരിധി നമുക്കൊരു ബുദ്ധിയുള്ള ആണുങ്ങൾ എന്നാ കാണിക്കണമെന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ അവരുടെ ജീവിതമായി കഴിയുമ്പം അവരൊരു ബൗണ്ടറി സൃഷ്ടിച്ചിരിക്കും. പിന്നെ പറയും എടാ ഞാൻ വരുന്നില്ല, ഇന്ന് അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ അങ്ങനെ പോകണം, എനിക്ക് ഇന്ന കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവായിപ്പോവും. ഈ ബുദ്ധിയില്ലാത്തവന്മാർ നാട്ടിലെ സേവനമാണെന്നും പറഞ്ഞും കൂട്ടുകാരെ സേവിക്കാനാണെന്നും പറഞ്ഞും ഇറങ്ങി സർവ്വതും നശിപ്പിച്ച് കുളം തോണ്ടി കൈ കൊടുക്കുകയും ചെയ്യും. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക നമുക്ക് ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾക്ക് ഒട്ടുമിക്ക കാരണങ്ങളും നമ്മൾ തന്നെയാന്നേ, അല്ലാണ്ട് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് നമ്മളൊരു കാര്യമില്ല. നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു അതാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇല്ലേ? നമ്മുടെ കുടുംബം നോക്കാതെ നമ്മൾ ആരെയൊക്കെ സേവിച്ചുകൊണ്ട് നടന്നോ അവരൊന്നും തിരിച്ച് സേവിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. അവരൊക്കെ ഇത്തിൽ കണ്ണികളാണ്. നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പോൾവേട്ടിനെ അറിയാമോ? പോൾവേട്ടുകളെ ഗെയിമില്ലേ, അത് പോൾവോട്ട് ഒത്തിരി പരിശീലനം കൊണ്ട് അവരാ കമ്പിൻ്റെ മോളെ മറികടക്കുക, കമ്പെ കുത്തി പൊങ്ങി അപ്പുറം കടക്കുന്നത് ഒത്തിരി നാൾ പരിശീലനം കൊണ്ടാണ്. കുറേ കഴിയുമ്പോൾ അവർ മത്സരത്തിന് ചെല്ലുമ്പോൾ എന്ത് കാണിക്കും? ഈ പോൾവോട്ട് കുത്തിയിട്ട് പൊങ്ങി കഴിയുമ്പം ആ പോൾവോട്ടിൽ നിന്ന് കൈവിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും പരാജയപ്പെടുകയല്ലോ. അതുപോലെയാണ് ഒരു പരിധിയിൽ ഒരു പൊക്കത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ വിട്ടേക്കുക, ഒഴിവാക്കി വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണങ്ങി പിരിയുക എന്നല്ല. നമ്മൾ വിട്ടില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവില്ല. അത് പലർക്കും പറ്റുന്ന കുഴപ്പമാണ്. ഒരു പരിധി നമ്മൾ മുകളിലെത്തുമ്പോൾ നമ്മൾ എത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ കൈവിടാൻ ശ്രമിക്കുക. കൈവിട്ടില്ലെങ്കിൽ നമ്മൾ അതിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. ഒത്തിരി പേരുടെ അനുഭവം എനിക്ക് എന്തോരം ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെ വീഡിയോ ഇടണമൊക്കെ അറിയാവുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും എടി എൻ്റെ അവസ്ഥ ഇങ്ങനെയാടി, എൻ്റെ അവസ്ഥ ഇതൊക്കെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമെങ്കിൽ പറയടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുക. അപ്പം ഞാൻ ഓർക്കും ശരിയാണ്, ഓരോരുത്തരുടെ കഥകളായിട്ട് പറഞ്ഞാൽ തന്നെയുണ്ട് ഒരു ഇന്ന കണ്ടൻറ്റ് പറയാനുള്ളത്. കാരണം ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന ഓരോ സൈസ് പ്രശ്നങ്ങളായിരിക്കും. ഇപ്പം ഞാൻ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലോ ഉണ്ടാകുന്നത് ആയിരിക്കില്ല വേറെ ഒരു സ്ത്രീ കിടന്ന് അനുഭവിക്കുന്നത്. അവർക്ക് എനിക്കില്ലാത്തൊക്കെ അവർക്ക് ചിലപ്പോൾ കണ്ടുവന്നിരിക്കാം. പക്ഷേ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ദുഃഖം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ കുറേ ദുഃഖങ്ങളൊക്കെ നമ്മളായിട്ട് തന്നെ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിനൊക്കെ ഒരു പരിധി വെക്കണമെന്നേ. നമ്മൾ എല്ലാവരും സ്വന്തവും എല്ലാവരും ബന്ധവും എല്ലാവർക്കും സ്നേഹമാണെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യങ്ങളില്ല. പല സുഹൃത്തുക്കളും പലരെയും ചതിക്കുന്നത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കൾ തന്നെ എത്രയോ പ്രാവശ്യം. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ആരെടുത്ത് നോക്കിക്കോ, അതൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ആയി കഴിയുമ്പം നമുക്ക് ബന്ധങ്ങൾ കളയരുത്. പക്ഷേ ആ ബന്ധങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ആക്കി വെച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദുഃഖമേ തരികയുള്ളൂ. അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ എപ്പോഴും സൂക്ഷിച്ചും കണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുക. നോ പറയേണ്ടയിടത്ത് നോ തന്നെ പറയണം. ഒരു പരിധിയിൽ കൂടുതൽ ഒരു ബന്ധത്തെയും ചേർത്ത് അവിടെ കറങ്ങാൻ പോകാം, ഇവിടെ കറങ്ങാൻ പോകാം, അതിന് പോകാം, അവിടെ കമ്പനി കൂടാം എന്നൊക്കെ പറയുമ്പോൾ ഒരു പരിധി വയ്ക്കുക. അത് പെണ്ണാണേലും ആണാണെങ്കിലും ഒരു ലിമിറ്റ് വെച്ചിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബ ബന്ധവും തകരില്ല, സാമ്പത്തികവും തകരുകയില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്ത് തുടങ്ങിയാലും അതെല്ലാം 8 നില പൊട്ടിക്കൊണ്ട് ഇരിക്കുകയേ ഉള്ളൂ. അങ്ങനെ 8 നില പൊട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ ശ്രമിക്കണം. ഉള്ളതും കൊണ്ട് സേവിങ് ആയിട്ടും അല്ലാതെയും ഒക്കെ ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത് കേട്ടോ. അപ്പം എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.